ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തത്. അതിങ്ങനെ ചെറിയ പീസുകളാക്കിയൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഇച്ചിരി വിനാഗിരി ഉപ്പ് ഇട്ട് ഇച്ചിരി നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകി വാരിയെടുത്ത് വെള്ളമൊക്കെ വാലാനായിട്ട് വെച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കടലമാവ് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊന്നുമില്ല, നമുക്ക് ആ ചിക്കനൊക്കെ ഇച്ചിരി ഒരു കോട്ടിംഗ് ആയിട്ടിരിക്കണം. അത്രയും എടുത്ത് കുറച്ച് ഒന്നി കോൺഫ്ലോർ അല്ലെങ്കിൽ കടലമാവ് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഓയിൽ കുറച്ച് മതിയെങ്കിൽ ഇതിനേക്കായി ചെറിയൊരു പാത്രത്തിൽ ചെയ്തിട്ട് കുറേ സമയം എടുക്കും അത് വറുത്തെടുക്കാൻ. ഇതിപ്പോൾ എനിക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് 2 പ്രാവശ്യമായിട്ടത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. എല്ലാം പറക്കിയിട്ടതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഞാനതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോന്ന് ആയിട്ട് തിരിച്ചിടാനായിട്ട് നിന്നില്ല, എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. തീ കൂട്ടിയും കുറച്ചും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായി. ഇപ്പോൾ ഇത് കുറച്ച് നേരമായി ഇതൊന്ന് വറുത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങ് കോരിയെടുക്കുക. എന്നിട്ട് എനിക്ക് അടുത്ത ഒരു ട്രിപ്പ് കൂടെ വറക്കാനായിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇതേ എണ്ണയിലൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ എല്ലാം ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാനിങ്ങനെ മാറ്റി ഇതിലേക്ക് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. ഞാനൊരു 2 മീഡിയം സൈസിലെ സവാള, പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതും, ഒരു ചെറിയ കാബേജിൻ്റെ ഒരു ചെറിയ പീസ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഈ ക്യാപ്സിക്കത്തിൽ അരിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ്. നിങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നോ, ബീൻസ്, മട്ടർ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ യൂസ് ചെയ്യുന്നോ അതൊക്കെ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളില്ലേ ചൈനീസൊക്കെ കഴിക്കുമ്പം പച്ചക്കറി ഒത്തിരി അങ്ങ് വേവത്തിലല്ലേ, ഇച്ചിരി പച്ചപ്പ് പോലാണല്ലേ, അതേ രീതിയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടേ. സവാള ഇച്ചിരി ഒന്ന് വാടിയപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറികളോട് ഒരുമിച്ചിട്ടാണ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയത്. സെപ്പറേറ്റ് വഴറ്റാൻ നിന്നില്ല, എല്ലാം കൂടി ഒരുമിച്ചിടുമായിരുന്നു. ഒരു ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായി കഴിക്കും. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ ചേരുമ്പം കുഞ്ഞുങ്ങളും അത് കഴിക്കും. വളരെ നല്ലത്. നമുക്ക് പെട്ടെന്ന് വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടുകയും വേണ്ട. ഇച്ചിരി മഞ്ഞൾപ്പൊടി, സാധാരണ ഇതിൽ ഇച്ചിരി മുളക് പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് കുരുമുളക്. സാധാരണ ഇതിലേ ഗരം മസാലയും കൂടെ ചേർക്കുന്നത്. ഞാൻ ഇച്ചിരി ബിരിയാണി മസാല ചേർക്കുന്നത്. നിങ്ങൾ പറയാം അയ്യേ ഇതിൽ ബിരിയാണി മസാലയല്ല ചേർക്കുന്നതെന്ന് പറയണ്ട, എനിക്കറിയാം. ഞാനൊരു ഇച്ചിരി ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ മസാലകളെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നടുക്കൂന്ന് ഇതെല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് മാറ്റിയിട്ട് ഒരു ഇച്ചിരി ഓയിൽ അങ്ങോട്ട് നടുക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2 മുട്ട ഇത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ മുട്ട ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എല്ലാവർക്കും മുട്ടയുടെ പീസ് കിട്ടുമ്പം എല്ലാവർക്കും ഇഷ്ടമല്ലേ, കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പം മുട്ടയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്തോ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു പിഞ്ച് ഉപ്പൊന്ന് വിതറിയിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒത്തിരി അങ്ങ് പൊടി പോലെ ആവല്, ഒരു ഇച്ചിരി പീസ് നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ അത് ഇച്ചിരിയും കൂടെ ഒന്ന് പച്ചപ്പ് മാറിയതിന് ശേഷം ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ, അതായത് ഒരു 3 കപ്പ് റൈസ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് ഇങ്ങനെ കട്ട പോലെ കിടക്കുന്നുണ്ടെങ്കിലും ഒരു ഇച്ചിരി നേരം അതൊന്ന് ചൂടാവുന്നുണ്ടെങ്കിൽ നന്നായി മിക്സ് ചെയ്ത് ചൂടാവുന്നുണ്ടെങ്കിൽ അത് പിന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, ഒന്നേ തൊടാതെ നമുക്ക് റൈസ് കിട്ടും. അതിപ്പോൾ ഇത് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് 2 പാരക്ക് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് റൈസ് എടുക്കുന്നതനുസരിച്ച് ചിക്കൻ്റെ അളവിലും കൂട്ടണം. ഇതിപ്പം 3 ഗ്ലാസ് അരിക്ക് ഞാനൊരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായി ഓരോ സ്പൂണിലും ഓരോ ചിക്കൻ കിട്ടത്തക്ക വിധത്തിൽ ഉണ്ട്.
നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് കൊടുത്തിട്ട് ആ ചിക്കൻ കൂടെ നന്നായി ഒന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തേരെ. ഇപ്പം എന്നാണ്ടേ ഞാൻ പറഞ്ഞില്ലേ, കുഴഞ്ഞിട്ടൊന്നുമില്ല, ഒന്നേലൊന്നേ തൊടാതെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.